അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നമുക്ക് കേട്ട് വേഗത്തിൽ ഈ വചന ശുശ്രൂഷയും അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സെലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർ യേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞ് ഉടനെ ഒരു തിമിരം ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിങ്കൽ വിസ്മയിച്ച് വിശ്വസിച്ചു. Acts chapter 13 verses 4 to 11. So being sent out by the Holy Spirit, they went down to Seleucia, and from there they sailed to Cyprus. And when they arrived in Salamis, they preached the word of God in the synagogues of the Jews. They also had John as their assistant. Now when they had gone through the island of Paphos, they found a certain sorcerer, a false prophet, a Jew whose name was Bar-Jesus, who was with the proconsul Sergius Paulus, an intelligent man. This man called for Barnabas and Saul and sought to hear the word of God. But Elymas, the sorcerer, for his name is translated, withstood them, seeking to turn the proconsul away from the faith. Then Saul, who was also called Paul, filled with the Holy Spirit, looked intently at him and said, O full of deceit and fraud, you son of the devil, you enemy of all righteousness, will you not cease perverting the right ways of the Lord? And now, indeed, the hand of the Lord is upon you, and you shall be blind, not seeing the sun for a time. And immediately a dark mist fell on him, and he went around seeking someone to lead him by the hand. Then the proconsul believed when he saw what had been done, being astonished at the teaching of the Lord. ഒന്നാമത്തെ മിഷണറി യാത്ര അപ്പോസ്തലനായ പൗലോസ് നടത്തുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പുകളെ കുറിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടുകൊണ്ടിരുന്നത്. We have been listening about the initial steps of the first missionary journey. കർത്താവിന്റെ ദാസന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ 2 ദൈവദാസന്മാർ അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും അവന്റെ മേൽ കൈവച്ച് അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു. And we see that the servants of the Lord, they fasted and prayed and they laid hands on Barnabas and Saul and sent them for the ministry of God. 4-ാം വാക്യത്തിൽ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്ന് എഴുതിയിരിക്കുന്നു. And we also understood the fact that it was the Holy Spirit that anointed them for this particular ministry. 4-5 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം വളരെ വിശദമായി പഠിക്കുവാനിടയായി. ദൈവാത്മാവിൻ്റെ വിളിയും ദൈവാത്മാവ് വിളിച്ചാലുള്ള ദൈവ പൈതലിൻ്റെ ജീവിതാനുഭവങ്ങളും അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് സമയത്തും പരിശുദ്ധാത്മാവും അവനോട് കൂടെ ഇരുന്ന് സഹായിക്കുന്ന വിധങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം വളരെ ശക്തമായി ദൈവാത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി. And the Holy Spirit spoke to us in the last week about how the Lord ordains a person and how the Holy Spirit anoints a person for a certain ministry and how the Lord enables them to do that ministry according to the Lord's purpose. 6 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. And we will turn our attention from verses 6 onwards. കർത്താവ് അനുവദിച്ചാൽ ഈ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് ചാപ്റ്റർ 13-ലെ മെസ്സേജസ് ഞാൻ നിർത്തുകയാണ്. 14-ലേക്ക് കയറുവാൻ ആഗ്രഹിക്കുക. I intend to conclude this chapter with this passage that we read today. അതിനുശേഷമുള്ള 11-12 മുതലുള്ള
വാക്യങ്ങളുണ്ടത് നിങ്ങൾ തനിയെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുവാൻ ദൈവം അവസരം നൽകട്ടെ. നമുക്ക് ചാപ്റ്റർ 14 15 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടിരിക്കും. We can study the rest on our own, and from 14 onwards, I think we need more emphasis on it. ഞാൻ ഓർപ്പിച്ചതുപോലെ അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയുടെ ആരംഭ സ്റ്റോപ്പായിരുന്നു കുപ്രോസ് എന്ന് പറയുന്ന സ്ഥലം. And as I reminded you last week that it was the first stop, Cyprus, that Paul and Barnabas stopped after they began their journey. നാം കണ്ടതുപോലെ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ദൈവത്തിൻ്റെ ഭക്തന്മാർ അവരുടെ മേൽ കൈവച്ച് പറഞ്ഞയച്ചു. And we know that it was the Holy Spirit and the anointed men of God who prayed for them and laid them for this ministry. പൊതുവെ നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, അത്രയും പരിശുദ്ധാത്മാവും അനുഗ്രഹിച്ചയച്ചു, കർത്തൃദാസന്മാരും അധികാരത്തോടെ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ആ മിനിസ്ട്രി ഭയങ്കര അനുഗ്രഹമായിരിക്കും. And it is a general notion that if it's the Holy Spirit that anoints someone for a ministry, and if the servants of the Lord bless them for the ministry, we would think that this ministry is going to flourish. പക്ഷേ ദൈവാത്മാവ് ഇവിടെ കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയുണ്ട്. But here there's an example that the Holy Spirit shows us. ഒരു വെല്ലുവിളിയിലേക്കാണ് അവർ കടന്നു ചെല്ലുന്നത്. They enter into a time of challenge. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ആരും ആഗ്രഹിക്കാത്ത, നാമും ആഗ്രഹിക്കാത്ത ഒരു വെല്ലുവിളിയിലേക്കാണ് അവർ പറഞ്ഞയച്ച ഇടത്തേക്ക് ചെന്നപ്പോൾ അവരെ വെൽക്കം ചെയ്യുവാനായിട്ടിടയായി. And we see that as they are anointed and as they go to the first place, they have to face a challenge which they were not expecting. നാം വായിച്ച വേദഭാഗത്ത് ഇങ്ങനെയാണ്, അവർ ദ്വീപിൽ കൂടി പാഫോസ് എന്ന സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ടിടയായി. And now we understood that they go to the next place, and that is an island named Paphos. പാഫോസിനെ കുറിച്ച് കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ 1-2 വാക്കുകൾ മാത്രം പറയാം. റോമൻ ഗവൺമെന്റിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റി ആയിരുന്നു ഈ പാഫോസ് എന്ന് പറയുന്ന ഈ സ്ഥലം. And we should remember the fact that Paphos was an administrative city of the Roman government. വളരെ സ്വാധീനമുള്ള ഒരു ദേവതയായിരുന്നു വീനസ് ദേവത. അത് അവരുടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലവും അവിടെ അവരുടെ പേരിൽ വലിയൊരു ടെമ്പിളുമുള്ള ഒരു സ്ഥലമായിരുന്നു. And Paphos was the place where goddess Venus was given most importance, and there was a temple for goddess Venus. ഒരു വലിയ വർഷിപ്പ് സെന്റർ എന്ന് പറയത്തക്ക രീതിയിൽ അവിടെ അവർക്ക് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. In other words, we could say that it was a worship center, this place, Paphos. പാഫോസിന്റെ പൊളിറ്റിക്കലി നാം കേട്ടല്ലോ ഒരു ഗവൺമെന്റ് സെന്റർ ആണ്, സ്പിരിച്വലി റിലീജിയസ്ലി പറഞ്ഞാൽ ഒരു വർഷിപ്പ് സെന്ററുമാണ്. And now we understand that that is a government center as well as this place is a spiritual center. ഈ വീനസ് ദേവതയെ കുറിച്ച് നമുക്കറിയാം. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒത്തിരി സ്ത്രീകൾ അവരുടെ അടുത്ത് വന്ന് വല്ലാത്ത രീതിയിൽ ജീവിപ്പാൻ, അവരെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമായിരുന്നു. And we know about goddess Venus is that she prefers that women worshippers come to her and live a life with misconduct and be with her. വീനസ് എന്ന് പറയുന്നത് അവർ തന്നെ ഒരു സൗന്ദര്യ ദേവതയായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. And we know that Venus is a goddess of beauty. ഐതിഹ്യം പറയുന്നത് കടലിലെ തിരകൾ വേവ്സ് പൊങ്ങി വരുമ്പോൾ അതിനകത്ത് നിന്നുണ്ടാകുന്ന ഫോം പതയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് ഈ ദേവത എന്ന് പറയുന്നത് കൊണ്ട് അവരെ ആരാധിപ്പാൻ ഒത്തിരി പേർ ആഗ്രഹിക്കുകയായിരുന്നു. And the stories say that this goddess was formed when the waves formed into certain images, and out of that the bubbles, and from that this goddess Venus has formed. അങ്ങനെ ഒരു ലൈംഗിക അരാജകത്വം നിറഞ്ഞു നിന്ന ഒരു സ്ഥലമായിരുന്നു ഈ പാഫോസ് എന്ന് So പറയുന്നത്. now we understand that this was a place of sexual misconduct. ഇങ്ങനെ മാത്രമല്ല, ഒരു മറ്റ് പല ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ സാത്താന്റെ ഒരു ഡീമണിക് പ്രസൻസ് അനുഭവിക്കപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. And we could conclude that this was a place where they could feel demonic presence. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് And പറഞ്ഞയപ്പാനായിട്ട്. it is to such kind of a place that the Holy Spirit sends Barnabas and Saul to. അവർ ഇതുവരെ ചെയ്തിരുന്നത് കുപ്രോസിൽ പള്ളികളിൽ പ്രസംഗിക്കുകയായിരുന്നു. Until now we know that they were in Cyprus and they were only spreading the gospel or the good news in the temples. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു. And those were blessed moments for them. പ്രസംഗിക്കുമ്പോൾ കൈയടിക്കാൻ ആളുകൾ ഉണ്ടാകും. Because there are people to applaud when they give the gospel. പ്രസംഗിക്കുമ്പോൾ സ്തോത്രം പറയാൻ ആളുണ്ടാകും. There are people to praise the Lord when they minister. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി കൂട്ടരതിനകത്തുണ്ടാകും. And while they were preaching itself, there would be a group of people who are praying at that time. പ്രസംഗിക്കുന്നവർക്കും അനുഗ്രഹമാണ്, പ്രസംഗം കേൾക്കുന്ന
കേൾക്കുന്നവർക്ക് ഒരു So അനുഗ്രഹമാണ്. it is a blessing for the preacher as well as the people who are listening to the എന്നാൽ preaching. ദൈവം അവരെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മ പറഞ്ഞയച്ചത് ഈ സ്ഥലത്തേക്കായിരുന്നു. But now we see that they moved to the next destination, and that is Paphos. അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകതയാണ് നമ്മൾ വായിച്ചു കേൾപ്പാനിടയായി. And now this is the peculiarity of that place that we understood. അവിടെ ദ്വീപിൽ പാംഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ ബർയേശു എന്നു പേരുള്ള യഹൂദനായ കള്ളപ്രവാചകനായ ഒരു വിദ്വാൻ അവിടെ ഉണ്ടായി. And now we see that as they move to Paphos, there is a sorcerer and there is a false prophet, and his name was Bar Jesus. ബർയേശു എന്ന വാക്കിന്റെ അർത്ഥം ഷൻ എന്നാണ്. ബർ എന്ന വാക്കിന്റെ അർത്ഥം ഷൻ എന്നാണ്. അതിന്റെ പ്രത്യേകത, അവൻ ഒരു യഹൂദനാണ്, കള്ളപ്രവാചകനാണ്, രണ്ടാമത് ഒരു വിദ്വാനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. And now we see about Bar Jesus that he was a sorcerer, he was a false prophet, and that he was a Jew. He was a vidwan. Vidwan means magician. Magician. Yeah. അവൻ യഹൂദനായിരുന്നത് കൊണ്ട് അവന്റെ മഹിമയ്ക്കായി അവൻ തന്നെ തിരഞ്ഞെടുത്ത ഒരു സ്ഥാനപ്പേരായിരുന്നു ബർയേശു എന്ന് പറയും. And since he was a Jew, he wanted to give a little more dignity to his position, and that's why he named himself as Bar Jesus. ഇങ്ങനെയുള്ള ഒരുവന്റെ പിശാചിനെയാണ് അപ്പോസ്തലനായ പൗലോസ് ഒരൊറ്റ വാക്കുകൊണ്ട് ശാസിച്ച് പറഞ്ഞയക്കുന്നത്. And the demonic spirit in such a man was being shunned by Saul, and we see that, and that too it is just in one sentence that it happens. വിദ്വാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ചില അർത്ഥങ്ങളൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രത്യേകത പറയാൻ കാരണം അതിന്റെ അവസാനമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. And now let me give you an importance about what a magician or a sorcerer means in this context. ഇവനെ കുറിച്ച് പറയുന്നത് അവൻ വിദ്വാൻ എന്ന വാക്ക് നാം വളരെയധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. And this is a word that we have heard very often. വിദ്വാൻ എന്ന പദത്തിന്റെ ഗ്രീക്ക് വേർഡ് മാഗോസ് എന്ന അതിൽ നിന്നാണ് മാഗൈസ് എന്ന് പറയുന്ന യേശു കർത്താവിനെ കാണാൻ വന്ന വിദ്വാൻമാരെ കുറിച്ച് അഭിസംബോധന ചെയ്യുന്നു. So the Greek word of this is magos, and from that it is translated as mages, and those are the visitors who came to see Jesus. ഇവർ വളരെ വിദ്യാസമ്പന്നരായ ആൾക്കാരായി. So these are very educated people. അവർ ആസ്ട്രോണമിയിൽ വളരെ ശക്തന്മാരായ ജ്ഞാനികളായിരുന്നു. And so they had profound knowledge in astronomy. അതുപോലെ തന്നെ അവര് അഗ്രികൾച്ചറിൽ വളരെ ഗണ്യന്മാരായിരുന്നു. And they had good knowledge about agriculture. അവര് മാത്തമാറ്റിക്സ് ഭയങ്കര ഗണ്യന്മാരായിരുന്നു. And they had deep knowledge in mathematics. ഹിസ്റ്ററി അവർക്ക് നന്നായി പഠിച്ചവരായിരുന്നു. And they knew the history very well. അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ വിദ്യാസമ്പന്നരായി. So now we understand that in all these phases they were very educated. ഇവരെ കൂടുതലും കാണാൻ കഴിയുന്നത് രാജാക്കന്മാരുടെയും ഗവർണേഴ്സിന്റെ ഒക്കെ അടുത്ത് വന്ന് അവരെ ഉപദേശിക്കുന്നവരായിട്ടാണ് കാണാൻ. And we usually see that these people give counsels to the governors and the kings. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായി ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. And why I'm giving this much explanation here is that there is an importance to these group of people. ഇവർക്ക് ജ്ഞാനമുണ്ടെങ്കിലും ഇവരുടെ ജ്ഞാനം അവർ നല്ലതിന് ഉപയോഗിക്കാതെ വളരെ ദോഷമായ രീതിയിൽ ഉപയോഗിക്കുന്നവരായിരുന്നു. So now we understand that even though they had knowledge, they did not use it for a good purpose, rather they used it for bad purpose. ഇവർ വളരെ അധികാരവും അറിവും ശക്തിയുമുള്ളവരാണ്. പക്ഷേ ഇവരെ നിയന്ത്രിച്ചിരിക്കുന്നത് ഒരുമാതിരി പൈശാചിക ശക്തിയായി. And so even though they had authority, even though they had knowledge, one thing that we understand is that the spirit that controlled them was a demonic spirit. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് സാധാരണ നമ്മൾ ഒക്കൾട്ട് എന്ന് പറയുന്നത്. And these are the people that we name them as occult. ഇവർക്ക് മന്ത്രവാദം ചെയ്യുവാൻ അറിയാം. So they know how to do sorcery. അതിൽ നല്ല പ്രാക്ടീസ് അവർക്കുണ്ട്. And they have profound experience in that. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് രാജാവ് കണ്ട സ്വപ്നങ്ങൾ വിവരിക്കാൻ അവൻ വിദ്വാൻമാരെ വിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. And that is why we see that when when the king saw the dream, he called educated men or like magicians to explain this for them. ഈ വിദ്വാൻമാരെ വിളിച്ചപ്പോൾ ആ വിദ്വാൻമാർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് പോലും നീ പറഞ്ഞ സ്വപ്നം വിശദീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദിവ്യജ്ഞാനമുള്ള ഒരുവനെ വേണം ഇത് വിശദീകരിച്ചു തരാൻ. And now when these men were called, we see that they answered to the king that when we ourselves cannot interpret this dream, so you would want to call people with greater knowledge to explain this for you. അന്നുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് അങ്ങനത്തെ ഒരു സ്പിരിച്വൽ വിചാരമോ ദൈവികമായ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്തത് കൊണ്ട് അവർ മുഴുവൻ ആശ്രയിച്ചിരുന്ന ഇതുപോലുള്ള വിദ്വാൻമാരെ. And because the kings during those times they did not have much spiritual background, they would keep their reliance on these kind of ഈ people. വിദ്വാൻമാർ എന്ത് പറയുന്നു അത് അവർ അനുസരിക്കുമായിരുന്നു. So whatever these magicians said, they would obey it. ചരിത്രം പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ കാണാൻ കഴിയും AD 70 യെരൂശലേം ദേവാലയം
ദേവാലയം തകർക്കുന്ന സമയത്ത് അത് തകർക്കുന്നതിന് മുമ്പ് ടൈറ്റസ് വന്ന് ഈ രാജ്യത്ത് ഈ സ്ഥലത്ത് വന്ന് അനുവാദം ചോദിച്ചിട്ടാണ് താൻ യെരുശലേം ദേവാലയം തകർത്തതെന്ന് ചരിത്രം പറയുന്നു. And also the history shows us that Titus takes permission before he demolishes the temple in AD 70. അപ്പോൾ അങ്ങനെ വളരെ വിചിത്രമായ കഴിവുള്ളവരായിരുന്നു ഇവർ. So now we understand that they had a very strange kind of wisdom. ഇവൻ ഒരു യഹൂദനായിരുന്നു. And now this man was a Jew. ഇവൻ വിദ്വാനായിരുന്നു. So now he was a sorcerer. ഇവന്റെ പേര് ബർയേശു എന്നായിരുന്നു. And his name was Bar Jesus. പോരാ, ഇവനെ വിളിച്ചപ്പോൾ മറ്റൊരു പേരും കൂടെ എലിമസ് എന്ന പേരും കൂടെ And പറയുന്നു. we also know that he has a different name, and that is എലിമസ് Elimas. എന്ന വാക്കിന്റെ അർത്ഥം son of salvation എന്നാണ്. And the meaning of the word Elimas is son of The salvation. enlightened one എന്നാണ് അവൻ അറിയപ്പെടുന്നത്. So now he is known as the enlightened ഇവൻ one. സ്വതവേ അങ്ങനെ ഒരു വ്യക്തിയായി അറിയപ്പെടാൻ ആഗ്രഹിച്ച So വ്യക്തിയായി. he wanted himself to be known in that manner. താൻ വലിയൊരു അറിവുള്ളവനാണെന്ന് ജനത്തിന്റെ ഇടയിൽ കാണിപ്പാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നുവെന്നാണ് ചരിത്രം So പറയുന്നത്. now we understand that he wanted to pretend himself as a very knowledgeable person among the public. അവിടുത്തെ ദേശാധിപതിയുടെ ഏറ്റവും അടുത്ത ഗവർണറിന്റെ ഏറ്റവും അടുത്ത ആളായി ജീവിപ്പാൻ ചേർന്ന് നിൽപ്പാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. He wanted to stay very close with the governor of the place. ആ സമയത്താണ് വേറെ രണ്ടുപേർ ആ രാജ്യത്തെ ആ ദേശത്തേക്ക് വരുന്നത്. And it is at that time that there are two other people coming to this land. ഈ ഗവർണർ അത് കേൾക്കുകയാ. And now this governor comes to know about ഒരു it. ജ്ഞാനിയായ പൗലോസും And it is a very knowledgeable Saul നല്ല സ്വഭാവമുള്ള ഒരു ബർന്നബാസും. and a man named Barnabas who has good qualities. ഗവർണർക്ക് മനസ്സിലായി ഇവർ നല്ലതായി പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടു, അവരുടെ പ്രസംഗം എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാം. So now the proconsul knows that these people preach very well, and so I want to hear their preaching. ഗവർണർ അവരെ തന്റെ വീട്ടിലേക്ക് തന്റെ അടുത്തേക്ക് And ക്ഷണിക്കുകയാണ്. that is why the governor calls them to his place. ഓ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ എനിക്ക് Oh ആഗ്രഹം. brothers, I want to hear your preaching. ഗവർണറുടെ പേര് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയുന്നത് സെർഗിയോസ് പൗലോസ് എന്ന And വ്യക്തിയായിരുന്നു. now we see the name of the proconsul is Sergius Paulus. അവൻ പ്രസംഗിക്കുന്ന ആളുടെ പേരും പൗലോസ് എന്നായിരുന്നു. And the person who preaches, his name is also Paul. ഈ ഗവർണറുടെ പേരിനകത്തും പൗലോസ് എന്ന പേരുണ്ട്. And in this governor's name also we see that the word Paul is there. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ ശൗലിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ശൗൽ എന്ന പൗലോസ് അല്ലെ പൗലോസ് എന്ന ശൗൽ എന്ന് എഴുതിയിരിക്കുന്നത്. And that is why in verses 9 we see Saul who is also called Paul. ആമേൻ. രണ്ടുപേരുടെയും പേര് മാറിപ്പോകാതിരിക്കാൻ ലൂക്കോസ് വളരെ ശ്രദ്ധയോടെ അത് എഴുതി And വെച്ചിരിക്കുകയാണ്. that is why Dr. Luke wanted to give a very good distinction between both these people and their names. അപ്പോൾ ഗവർണർ പൗലോസിന്റെ മുമ്പിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങി. And now in front of this governor Paul the apostle is preaching. ഞാൻ എന്തിനാ ഇങ്ങനെ തന്നെ അത് പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. And I'm explaining it in this manner so that we can understand it better. പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ And when Paul started to preach, വിദ്വാന് മനസ്സിലായി ഈ പ്രസംഗം ശരിയാകത്തില്ല. and this sorcerer was able to understand that this is not going to do good to him. ബർയേശുവിന് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. And he began to feel a kind of discomfort. അവന് മനസ്സിലായി എന്നേക്കാൾ ജ്ഞാനമുള്ളവനാണ് ഈ പ്രസംഗിക്കുന്ന And പൗലോസ്. he was able to understand the fact that this person who is preaching in front of me has more ഇത് വളരെ knowledge than me. ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ So സാധ്യതയുണ്ട്. he understood that this will get into a very difficult situation. എനിക്കുണ്ടായിരുന്ന ജ്ഞാനത്തെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഇവിടെ ആരുമില്ലാതിരുന്ന കാലത്ത് And when this is the time that no one could question my knowledge and wisdom, ഇപ്പോൾ ഇവൻ പ്രസംഗിക്കുന്നത് ജ്ഞാനത്തിൽ ശക്തമേറിയ അറിവുള്ളവനും പോരാ, അവനൊരു ആത്മീക ശക്തിയും കൂടെയുണ്ട്. but now there is a man who is preaching and he is very knowledgeable, plus he has a spiritual power in his language. ഈ വിദ്വാന് മനസ്സിലായി ഞാൻ ജ്ഞാനം കൊണ്ട് അവനെ എതിർത്താലും അവനിലുള്ള ഒരു ആത്മീക ശക്തിയെ എതിർക്കാൻ എനിക്ക് കഴിയുന്നില്ല. And now this man was able to understand that maybe I can go against the knowledge that he has, but I cannot go against the power of the spirit that is in him. അവൻ ആരാണ്? ഈ പോൾ എന്ന് പറയുന്ന പ്രസംഗിക്കുന്ന വ്യക്തി ആരാണ്? So he wants to know, who is this Paul? യഹൂദന്മാരുടെ ഇടയിലെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റബായി ആയിരുന്നു അവൻ. And now this Paul who is preaching, he is an Abai and he was a trained one among the Jews. നല്ല വിദ്യാഭ്യാസമുള്ള യഹൂദൻ. And he is a knowledgeable Jew. റോമൻ ലോ നന്നായി അറിയാം.
അറിയാവുന്ന മനുഷ്യൻ. And he is a man who knows Roman. യഹൂദിയിലെ ജൂവിഷ് റിലിജിയൻ അരച്ചു കലക്കി പഠിച്ചവൻ. And he knew the religion of Jews very well. റിലീജിയസ് ഗ്രീക്കിന്റെ ഫിലോസഫി നന്നായി അറിവുള്ളവൻ. And he is the one who had good knowledge about the Greek philosophy. ഇവൻ ഇത്രയും അറിവുകളുണ്ട്, എന്നാൽ ഈ പൗലോസിന്റെ അറിവിന്റെ അടുത്തെത്താൻ അവന് കഴിയുന്നില്ല. And even though he had this much of knowledge, he was not able to reach anywhere near the knowledge of Paul. എലിബാസ് എന്ന് പറയുന്ന ബർയേശു ബുദ്ധിമാനായ ഗവർണറിന്റെ കൂടെ വന്ന് നിന്ന് ആമേൻ പൗലോസിന്റെ പ്രസംഗം കേൾക്കുകയാ. And now we see this Elimas, who is also named Bar Jesus. He is there next to the proconsul to hear the preaching of Paul. ഈ ബർയേശു ഒരു യഹൂദനായിരുന്നു. And now this Bar Jesus is also a Jew. ചരിത്രം പറയുന്ന അവൻ യഹൂദ മതം ഉപേക്ഷിച്ചിട്ട് അവൻ പൈശാചികമായ അനുഭവത്തിലേക്ക് അന്ധകാര ശക്തിക്ക് കീഴ്പ്പെട്ടു കൊടുത്തവനാണ്. And history says that he left the Jewish religion and he got himself involved in the demonic forces. അതുകൊണ്ടാണ് അവൻ വിദ്വാനാന്ന് അറിയപ്പെടുന്നത്. And that is why he is known as a sorcerer. ഒരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടവനെ പോലെ അവൻ നിൽക്കുകയാണ്. So in other words, we could say that he is a man without the Spirit of God in him. ദൈവാത്മാവ് നഷ്ടപ്പെട്ടാൽ ദൈവ കൃപയില്ലാത്തവനായി മാറും. And now if you lose the Spirit of God in you, you will be a person who does not have the grace of God in you. ദൈവാത്മാവും ദൈവകൃപയും കൂടെ നഷ്ടപ്പെട്ടാൽ അവന്റെ അവസ്ഥ പൈശാചിക അവസ്ഥയായി മാറും. So if you lose the Holy Spirit and the grace of God from you, you will be affected by demonic spirits. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവകൃപ നഷ്ടമാക്കാതെ നമ്മൾ സൂക്ഷിക്കാനിടയായി. And so to the children of God who are present here, we should be able to have the Holy Spirit with us, and we should have the grace of God that abides in us. ബർയേശുവിന് മനസ്സിലായി ഈ പോളിന്റെ ദൈവകൃപയും ദൈവാത്മശക്തിയും എനിക്ക് തടയുവാനോ ചോദ്യം ചെയ്യാനോ പറ്റുന്നില്ല. And now Bar Jesus was able to understand the fact that he cannot question the Holy Spirit and the grace of God that was in Paul. തന്നിലുണ്ടായിരുന്ന ഒരു അന്ധകാര ശക്തി ഉപയോഗിച്ച് ഈ ഗവർണറിനെ തന്റെ ഇൻഫ്ലുവൻസിൽ താൻ നിർത്തിയിരിക്കുകയാണ്. And until now he had the forces of darkness in him which controlled the proconsul. അവന് മനസ്സിലായി ഈ പോൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. ഈ സെർഗ്യോസ് പൗലോസ് അവൻ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. And this Bar Jesus was able to understand that after the end of this preaching, Sergius Paulus will be able to convert himself when he comes to know the truth of faith. ദൈവത്തിൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. There is a chance that this proconsul will come to the Lord. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? So what is the problem if this happens? ആമേൻ. ഈ ബർയേശുവിന്റെ പണി പോകാൻ സാധ്യതയുണ്ട്. So there is a chance that this Bar Jesus will not have any authority then. പോക്ക് കണ്ടപ്പോൾ മനസ്സിലായി. So he understood if this goes in this manner, പോയാൽ എന്നിലുള്ള ദുരാത്മാവും ഡിസ്റ്റർബ് ആകാൻ തുടങ്ങുകയാ. he understood that the forces of darkness and demonic spirit in me also will be disturbed. അതിനവൻ കണ്ട ഒരേ ഒരു മാർഗം. So then he had a solution for it. 8-ാം വാക്യത്തിൽ നമുക്കത് വായിക്കാൻ And കഴിയുന്നു. we see that in verses 8. ആമേൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, അവരോട് അവൻ എതിർത്തു നിന്നു. And that is why we see that this Elimas the sorcerer, he withstood them. അവരുടെ ആമേൻ ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ അവൻ ശ്രമിക്കുകയാ. And now he is seeking to turn the proconsul away from the faith. ആമേൻ. അവൻ ആഗ്രഹിച്ചു ഇത് തടുത്തു കളയുവാൻ. So he wanted to make this not happen. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവമക്കളെ. There is one thing that we have to understand, children of God. ദൈവവചനം കേൾക്കുമ്പോൾ ഒരുവന്റെ ദൈവവചനം കേട്ട് അവൻ വിശ്വാസം അർപ്പിക്കുന്നതിന് തടയാൻ ചില അന്ധകാര ശക്തിക്ക് കഴിയും. There is always a force of darkness that can hinder us from receiving the word of God into our minds. ഏറ്റവും കൂടുതൽ പിശാച് ആഗ്രഹിക്കുന്ന അതാണ്. And that is something that Satan expects. അത് വലിയൊരു കുഴപ്പമാണ്. And that is a problem. ബാക്കി എല്ലാ രീതിയിലും തടയാൻ നോക്കിയാലും പിശാചിന് തടയാൻ കഴിയത്തില്ല. പക്ഷെ ഒരിടത്ത് തടയാൻ വചനം കേൾക്കുന്നതിൽ നിന്ന്. And whatever happens other than listening the word of God, Satan can come and oppose it. But when it is the word of God that is ministered, he cannot do it. നമ്മുടെ യേശു കർത്താവ് പോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. And that is why the Lord Jesus himself ഒരുവൻ proclaimed വിത്ത് വിതയ്ക്കാൻ പോയ കഥ. the parable of the one who went to sow the seeds. ചിലത് പാറപ്പുറത്ത് വീണു. Some fell into the rocks. ചിലത് മുള്ളിനിടയിൽ വീണു.
and some fell into the thorns, ചിലത് മാത്രം നല്ല നിലത്ത് വീണു. and some fell into the good ground. ദൈവവചനം കേൾക്കാതിരിപ്പാൻ പിശാച് ഏത് രീതിയിലും തന്റെ ജനത്തെ തടഞ്ഞുകൊണ്ടിരിക്കുകയാ. And Satan can oppose the children of God from receiving the word of God. കേൾക്കുന്ന വചനം അകത്ത് കടക്കാതിരിപ്പാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. And Satan tries to hinder the word of God from entering into our minds. എങ്ങനെയാണ് ഒരുവൻ വിശ്വാസത്തിൽ ആമേൻ മുന്നേറാൻ കഴിയുന്നത്? How can a person strengthen themselves in the faith of the നമ്മുടെ Lord? പ്രസംഗത്തിന്റെ സ്റ്റൈൽ കൊണ്ട് സംഭവിക്കത്തില്ല. It will not happen by the way how you give the message. നമ്മുടെ ഭാഷ കൊണ്ട് നടക്കത്തില്ല. It will not happen with the language of yours. നമ്മുടെ രൂപമോ ഭാവമോ കൊണ്ട് നടക്കത്തില്ല. It will not happen because of your physical state or the gestures that you use. നമ്മുടെ സൗണ്ടിന്റെ വ്യത്യാസമോ ആമേൻ ഗുണമോ കൊണ്ട് നടക്കത്തില്ല. It will not happen because of the modulations of your voice. ആമേൻ ഒരു കാര്യം മാത്രം ചിന്തിക്കുക ദൈവവൈതലേ. We have to think one thing, children of God. അവൻ അറിയാം എങ്ങനെ ഈ ജനത്തിന്റെ മുമ്പിലേക്ക് വരുന്ന വചനത്തെ അവരുടെ ഹൃദയത്തിൽ കയറാതെ തടയുവാൻ. He knows how to restrict the word of God from entering the mind of the child of അത് God. ചർച്ചിനകത്തായാലും പുറത്തായാലും അവൻ ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. And he can work whether it is inside the church or outside the church. എങ്ങനെങ്കിലും വചനത്തെ തടയുക. And he wants to restrict the word of God. എങ്ങനെങ്കിലും വചനത്തിന്റെ മുമ്പിൽ എതിർത്ത് നിൽക്കുക. And it is to withhold the word of God from entering the mind of the child of God. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ. Let me remind you. ആരോടും എതിർക്കാം. You can stand against any person. ആരോടും ചോദ്യം ചെയ്യാം. You can question any man. പക്ഷേ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരിടമുണ്ട്. There is a place that you cannot question. ദൈവവചനത്തോട് ചോദ്യം ചെയ്യുവാൻ അനുവാദമില്ല. We do not have the permission to question the word of God. അത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട്. Because it is the word of God. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവവൈതലേ. To the children of God who are present here today. എത്ര വലിയ ശക്തി ദൈവത്തിന്റെ വചനത്തെ തടയാൻ ഏത് ലോകത്തിറങ്ങിയാലും. And how much ever power comes against the word of God. അവൻ ഏത് സാഹചര്യത്തിൽ ഏത് ലോകത്തിറങ്ങിയാലും. And whichever world or whichever circumstances it happens. തിരുവചനം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. There is the word of God and it proclaims the ഇതിനെ truth. തകർക്കാൻ ആർക്കും കഴിയത്തില്ല. No word or no power can break the power of the Holy ഇതിനെ Spirit. നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. And no one can destroy the word of ഇതിനെ God. ചുട്ടുകരിച്ചു കളയാൻ ആർക്കും No കഴിയത്തില്ല. one can burn the word of God. കാരണം ഇത് സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനമാണ്. Because this is stabilized in the heavens. ഇതെന്റെ വചനമല്ല. Because this word is not True mine. Lightന്റെ വചനമല്ല. This is not the word of True Light Church. പ്രസ്ഥാനത്തിന് കൊടുത്ത വചനമല്ല. This word is not given just to an organization. ജനത്തിന് വിശ്വസിപ്പാൻ കൊടുത്ത ദൈവവചനമാണ്. This is the word that is given to the children of God for us to believe it. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാർഗം. And this is the way of our faith. ഇത് തിരുത്താൻ ആർക്കും കഴിയത്തില്ല. No one can change it. ഇതിനെ വള്ളിയോ പുള്ളിയോ മാറ്റാൻ ആർക്കും You cannot അധികാരമില്ല. change a comma or a full stop in it. ഇത് ദൈവത്താൽ സ്ഥാപിതമായ ദൈവത്തിന്റെ Because this is വചനമാണ്. established by the word. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമോ? Let us give glory to the Lord. ഈ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം And I ചെയ്യുകയാണ്. thank the Lord for this word of ഇത് God. മാറ്റമില്ലാത്ത വചനമാണ്. Because this word is unchanging. ആരും എപ്പോഴും മാറിപ്പോകും. Maybe people around us will move away. പക്ഷെ ദൈവത്തിന്റെ വചനമോ മാറത്തില്ല. But the word of God with us will never സ്ഥലം മാറും. change. The place might change. സഭ മാറും. Church might change. സ്വഭാവം മാറും. Maybe the qualities might change. പലതും മാറിയേക്കാം. Maybe many things will change around you. മാറാത്തൊന്നുണ്ടെങ്കിൽ തിരുവചനം മാത്രമേ And if ഉള്ളൂ. there is anything that does not change, that is the ആണ് word of നമ്മൾക്ക് God. തന്ന ദൈവത്തിന്റെ വചനം. And that is the word of God that is given to us. ഹല്ലേലൂയ. Amen. ഓർക്കുക ദൈവമക്കളെ, ചർച്ചിനകത്ത് ദൈവവചനം ശുശ്രൂഷിക്കുന്നത് പോലെ സുഖം വേറെ ഒരിടത്തും ഇല്ല. And it is we should always remember the fact to minister the word of God in the church is the most easiest and most comfortable thing to do. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ജോഷുവ പ്രിയപ്പെട്ടവർ ഇതുപോലെയൊക്കെയുള്ള ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ വചനം ശുശ്രൂഷിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ചർച്ചിനകല്ലേ. And now if we think our children and our young adults and for everyone it is easy to minister the word of God in church. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷ ചെയ്യുന്നത് പോലെയല്ല ഔട്ട്റീച്ച് മിനിസ്ട്രി എന്ന് പറയും. But we should also remember the fact that it is not the same manner when we take this gospel out for an outreach അതിനകത്ത് ministry. വചനം പറയുന്നത് ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആളുണ്ട്. And when we preach the gospel in the church, there are so many people to receive it and accept it. കാരണം ഇതിനകത്ത് ദൈവ മക്കളുള്ളത് കൊണ്ട്. That is because there are children of God inside the church. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, വെളിയിൽ
ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് അത്ര സുഖകരമല്ല. But we should remember that when we minister the word of God outside the church, it is not going to be as comfortable. ഇവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് പോലെയല്ല വെളിയിൽ പോയി സുവിശേഷം പ്രസംഗിക്കും. And as we minister the gospel inside the church is not going to be same as how you do it ഓർക്കുക, outside the ദൈവമക്കളെ, church. വെളിയിൽ പോയി ശുശ്രൂഷിക്കുന്ന ഓരോ ഇവാഞ്ചലിസം പ്രോഗ്രാമും ഒരു ഫൈറ്റ് മോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. We should remember the fact that every evangelism program that we do outside the church, that is in a fight mode that we നമുക്ക് do. വലിയ യുദ്ധമുണ്ട്. And that is a great war that we have to fight. ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും പ്രൊഫഷണൽ ലൈഫിലും ഇവിടെ പരസ്യമായി ഒക്കെ സുവിശേഷം പറയാൻ ഇന്ന് അനുവാദമില്ലാതെ കിടക്കുന്നത്. And because we know that if we fight this war, the world knows that we will win this war. That is why we do not have opportunity to spread the gospel in places outside the church, like our workplaces. കാരണം ചരിത്രം മുഴുവൻ പരിശോധിച്ചോ ദൈവവചനം പറഞ്ഞിട്ടുള്ള ജോലിയിലോ പ്രവർത്തനത്തിലോ സ്ഥാപനത്തിലോ രാജ്യത്തോ ഒക്കെ ദൈവത്തിന്റെ വിടുതൽ നടന്നിട്ടുണ്ട്, ജനം ജയിച്ചിട്ടുണ്ട്. And the history proves that wherever the word of God was spread, we understand that the work of the Lord happened in those places and they were able to see victory there. അതുകൊണ്ട് ആരാണ് ഈ ദൈവജനത്തിനെതിരെ യുദ്ധം ചെയ്യുന്നേ? So who are the people who are fighting against the children of God? തിരുവചനം പഠിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന അന്ധകാര ശക്തികൾ. And if we study the word of God, we understand that it is the forces of darkness that is against the children ഒരുവൻ of God. ദൈവവചനം കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം ദൈവവചനത്തിനെതിരായി തുറക്കാതെ നിർത്താൻ പിശാച്, അന്ധകാര ശക്തി, ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ശക്തിയോടെ നിൽക്കുകയാണ്. And Satan has assigned these forces of darkness so that the children of God will not be able to accept the word of God inside their mind. ദൈവവചനം നിങ്ങൾ എത്ര പ്രസംഗിച്ചോ ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷെ ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ തുറക്കത്തില്ല. You can say that how much ever you preach the word of God, I am not going to accept it to my mind. സാത്താൻ പറയുകയാ ഞങ്ങൾ അത് കേൾക്കാൻ തയ്യാറാ, പക്ഷെ ഹൃദയം തുറക്കാൻ തയ്യാറല്ല. Satan will say that I am ready to listen to this word, but I will not open my mind for it to enter into my അവരുടെ heart. ഹൃദയത്തിന്റെ കണ്ണുകളെ അടച്ചു കളയുന്ന അന്ധകാര ശക്തി. And this is the forces of darkness that closes the eyes of our heart. ഇന്ന് വൈകുന്നേരം ഔട്ട്റീച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഓടിച്ചാടി പോകുന്ന ദൈവമക്കളെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇന്ന് പകൽ ഞാൻ ഒരു ദൂത് പറയട്ടെ, ഇത് മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് ശുശ്രൂഷിപ്പാൻ, വചനം പറയാൻ ആമേ സാഹചര്യം ലഭിക്കുന്നിടത്ത് പറഞ്ഞോ, പക്ഷെ ഓർത്തുകൊള്ളണം, പ്രാർത്ഥിച്ചും ഒരുങ്ങിയും പോകണം. കാരണം ഒരു വാർഫെയറിലേക്ക് പോവുകയാണ്, ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. കാരണം അവരുടെ ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കുന്ന സാത്താന്യ അന്ധകാര ശക്തിയുമായി. We should remember the fact that when we go for evangelism programs and when we spread the gospel, there is always a warfare that we have, because Satan uses the forces of darkness to close the minds of people so that they will not be able to accept the word of God into their hearts. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ വേണം പോകാൻ. So when you go for such journey, you have to go അവിടെ with a എന്തുകൊണ്ടാണ് നാം prayerful life. ജയിക്കുന്നതെന്നറിയാമോ? So do you know why do we win in these battles? ദൈവകൃപ ഉള്ളതുകൊണ്ട്. It is because we have the grace of God in us. ദൈവകൃപ ഉള്ളതുകൊണ്ട്. It is because we have the grace of God in us. നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. So you should have a very good prayerful life before you go for these നാം battles. വിശ്വസിക്കുകയും ദൈവശക്തിയും പ്രാപിച്ചിട്ട് വേണം അവിടേക്ക് പോകാൻ. We should believe and we should receive the power of God before we go for such journey. എന്താ പ്രാർത്ഥിക്കേണ്ട? ജനത്തിന്റെ ഹൃദയത്തെ ആരും തടയരുത്. What we have to pray is that we should pray that none of these forces should close the hearts of mind. അവരുടെ വിശ്വാസത്തെ തടയരുത്. And they should not withheld their faith from വചനത്തെ God. തടയരുത്. And the scripture should not be withheld from them. Hallelujah. Amen. Praise the Lord. ആരൊക്കെയോ പ്രസംഗിച്ചത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ വിശ്വസിച്ച് ഇവിടെ വന്നിരിപ്പാനിടയായത്. There were so many people who were able to minister, and that is why we believed, and now we are here. ആരൊക്കെയോ പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ ഇന്ന് കർത്താവിന്റെ വേലയിലും കർത്താവിന്റെ നാമത്തിലും നിൽക്കാൻ കഴിയുന്നത്. It is because many people prayed for us that we are able to stand in this ministry and serve the Lord. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ജയിക്കുക തന്നെ If ചെയ്യും. the Lord is with us, we will win for sure. ഞാൻ ഈ ഭാഗം നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. I would like to conclude it here, children of God. അവിടെ എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യം ബെൻസെ, പൗലോസ് പരിശുദ്ധാത്മാ പൂർണ്ണൻ ആയി. And now we see in verses 9 that Paul was filled with the Holy Spirit. അവൻ ദേഷ്യപ്പെട്ട് അവനോട് എതിർത്തെന്നല്ല.
So we do not see that he got angry and he rebelled against this man. ഭരതവാസേ മതി ബാ നമുക്ക് ഇവിടുന്ന് പോയേക്കാം, ഈ മനുഷ്യൻ നമ്മളെ വിളിച്ച് കളിയാക്കി എന്ന് പറഞ്ഞു പോയില്ല. So he did not ask Barnabas that we can leave the place because these people are mocking us. ഗവർണറാ നമ്മെ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വിളിച്ച, പക്ഷെ ഇപ്പൊ നമ്മളെ തടക്കുന്നത് ഗവർണറിന്റെ അസിസ്റ്റന്റാ. And now we understand that it is the governor who invited us, but it is the governor's assistant who is trying to be against us. ഗവർണർ ഒക്കെ ഒരു വാക്ക് പോലും മിണ്ടുന്നുമില്ല. And the governor is keeping silence. Praise the Lord. Amen. അതുകൊണ്ട് നമ്മുടെ മിനിസ്ട്രി ഇവിടെ കൊള്ളത്തിൽ ഇട്ടിട്ട് പോകാം. So now our ministry is not sufficient here, is not good enough, so let us leave this place. മറുഭാഗം കൂടെ ഒന്ന് ചിന്തിച്ചോണം. Let us think the other side of it. ഇവരുടെ പ്രസംഗം കേട്ടിട്ട് ഈ ബർയേശുവിന് ഇരിക്കപ്പുറതി ഇല്ലാതെ അവർക്ക് തടുക്കാൻ ചെന്നപ്പോൾ ഗവർണർ അവരോട് നോയും പറഞ്ഞില്ല. And now we see that as they were preaching the word of God, even though Bar Jesus, he was very restless with this word of God that he was hearing, we see the governor himself did not oppose them. എന്നാൽ ഒരു കാര്യം ഞാൻ അവിടെ വിളിച്ചു പറയാം. But let me remind you one thing from there. എങ്ങനെ ഇതിനെ റിയാക്ട് ചെയ്യണ്ടേ? How should it be reacted to? ഡയലോഗ് കൊണ്ട് ജയിക്കാൻ പറ്റുമോ? Can we go against it with your dialogues? ഒരു ഡിപ്ലോമാറ്റിക് ടേൺ നമുക്ക് ചെയ്യാൻ പറ്റുമോ? Can we take a diplomatic turn in this case? ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? Can we do a compromising situation in this state? പറ്റുമോ? നമ്മളായിരുന്നെങ്കിൽ ആ സാഹചര്യം ഗവർണറുടെ അടുത്ത് പോയി അത്രയും ശുശ്രൂഷിക്കാൻ ഒരു അവസരം കിട്ടിയതല്ലേ, അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് സഹോദരൻ നീ പറയുന്നതിനകത്ത് അല്പമൊക്കെ ശരി, അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രസംഗം കഴിയുന്നവരെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ അവിടെ നിന്ന് പ്രസംഗിച്ചേനെ. And if it was us, we would consider the status of the governor, and because of that he would say to the governor's assistant that what you said is right to a certain extent, and then continue our preaching. കാരണം പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഒരു അവസരം കിട്ടിയതല്ലേ ഗവർണറിന്റെ ആ ചേംബറിൽ പോയി നിന്ന് പ്രസംഗിക്കാൻ. Because now it is not just a preaching in the synagogue, rather it is a preaching that they're doing in the governor's place. എന്തിനാ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മപൂർണനായി? Why is it that Paul himself was filled with the Holy Spirit? പകൽ ദൈവസ്ഥലായിരിക്കും ദൈവമക്കൾക്ക് ഒരു വലിയ അത്ഭുതകരമായ വിടുതലിന്റെ സാക്ഷ്യം പറയാം. And now there is a powerful testimony that the children of God can say here. അവിടെ ഈ സോസറിന്, ഈ വിദ്വാനെ ജയിച്ചവന്റെ ആ അന്ധകാര ശക്തിക്കെതിരെ നിൽക്കണമെങ്കിൽ അവിടെ ഡയലോഗും ഡിപ്ലോമാറ്റിക്കും കോംപ്രമൈസിങ്ങും പറ്റത്തില്ല. And now we have to understand the fact that dialogue or diplomatic turn will not be sufficient to go against these forces of darkness that is working in this Bar Jesus. ഇവൻ ഇങ്ങനെ ഇളകുമ്പോൾ നമ്മളായിരുന്നെ പറഞ്ഞു നമുക്കിനി ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാമെന്ന്. And now if it was us, we would have said that let us sing a song and worship the Lord. കാരണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങി പോകണമല്ലോ, രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചേ പറ്റത്തുള്ളൂ. We need some means by which we can escape the situation. ഡീമൻ പോകാൻ പാട്ട് പാടിയാ നടക്കത്തില്ല. And if you want this demon to get out, it is not sufficient that you sing a song. ഡീമൻ പോകാൻ തുള്ളിയും ചാടിയതും കൊണ്ട് നടക്കത്തില്ല. And if you dance and pray, this demon will not get out of it. ഡീമൻ പോകാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ നടക്കത്തില്ല. Even if you shun this demon, it will not go. ഡീമൻ പോകാൻ ദൈവത്തിനറിയാം ഒരേ മാർഗമേ ഉള്ളൂ, നീ പരിശുദ്ധാത്മപൂർണനായി മാറണം. And in order to destroy this demon, God knows that there is only one way, and that is to be filled by the Holy Spirit. ഇല്ലാതെ ഈ ഡീമൻ പോകത്തില്ലെന്നറിയാം. And without this demon will not be destroyed. പണ്ടൊരു അപ്പച്ചനും അമ്മച്ചിയുടെയും അടുത്തൊരു മകൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് വന്ന കഥ നിങ്ങൾക്ക് അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം? ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഓർക്കുന്നുണ്ടോ? ചിലർ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഡിഗ്രി കൊണ്ട് ഡീമൻ പോകത്തില്ല. With the degree that we have, the demons will not move. ഒരപ്പച്ചനമ്മച്ചി സഭാ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു മകനെ ദൈവവചനം പഠിക്കാൻ ബൈബിൾ കോളേജ് വിട്ടത് അറിയാം അല്ലേ? We know a family. ബീഡിയുടെ കാര്യം അമ്മ പോയി പഠിച്ച് ബീഡിയൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ബാച്ചലർ ഓഫ്. So there was this boy who got a bachelor degree in. ബീഡി എടുത്ത് തിരിച്ച് മടങ്ങി വന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂതം ഇളകി. And after receiving this degree, he came for worship, and there was a demonic force that was there in the പ്രായമുള്ള place of അപ്പച്ചൻ പറഞ്ഞു, worship. മോനെ നീ ബൈബിൾ കോളേജിൽ നിന്ന് വന്നതല്ലേ, നീ അതുകൊണ്ട് ഇച്ചിരി നേരം ഒന്ന് ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചതാ.
And so this pastor told this son of God that, you can minister because it is അച്ഛൻ happening. പറഞ്ഞു മോൻ പോയി BD ഡിഗ്രി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, മോൻ ഇനി ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞു. And the Sapachin said that since he has a BD degree, he is going to minister. ഭൂതം ഇളകാൻ തുടങ്ങി. And this demon was able to come out. മോൻ എന്തൊക്കെ നോക്കിയിട്ടും അതങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല. And this man was trying to do many things, but he was not able to do anything against this demon. മോൻ അപ്പച്ചനെ നോക്കുക ഇടയ്ക്കിടയ്ക്ക്. And the son was looking at the father. അപ്പച്ചനാണ് ക്ഷീണിച്ചവിടെ ഇരിക്കുക. And this father is also tired. അമ്മച്ചി അവിടെ നിന്നുകൊണ്ട് ചാടി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, മോനെ ബീഡി ഉണ്ടായിട്ട് കാര്യമില്ല, ഫയർ വേണമെന്ന് പറഞ്ഞു. And then the mother came up and said that this BD is not enough. You need fire also for this burning to happen. എന്താ അത്യാവശ്യം? What is necessary? ഫയർ വേണം. We need the fire. നമ്മൾ ഒന്നിലും നെഗോഷിയേറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല. We cannot negotiate in anything and win. കോംപ്രമൈസ് ചെയ്യരുത്. We should not compromise. ഡയലോഗിൽ ജയിക്കാൻ പറ്റത്തില്ല. With our dialogues, we cannot win over. ജയിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. There is only one way that we can win. ഫയർ വേണം. We need that fire. പരിശുദ്ധാത്മ പൂർണ്ണനാകണം. We have to be filled by the Holy Spirit. പോൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് മറന്നുപോയില്ല. അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ, അവിടെ നിന്നുകൊണ്ട് തന്നെ അവനുള്ള ഡീമന്റെ മേൽ ഫയർ കൊടുക്കുവാനിടയായി. And now we see that Paul, he was standing where he was, and he was able to be filled by the Holy Spirit and speak against the demon that was പറഞ്ഞാൽ working. പൗലോസ് നിൽക്കുന്ന ഇടം പോലും മറന്നുപോയി കാണും. And in my language, I would say that he might have forgotten the place that he was in. ദൈവശക്തിയുടെ വ്യാപാരത്തിൽ അവന്റെ മേലുള്ള ഭൂതത്തിന്റെ മേൽ അധികാരം പറഞ്ഞു. And with the power of the Holy Spirit that was in him, he was able to talk against that demon that was എവിടെയായാൽ working. എന്താ ദൈവവൈതലേ? Wherever we are, that is not a matter. ഗവർണറുടെ ചേംബറിലായാലും, Even if it is inside the governor's chamber, പ്രൈം മിനിസ്റ്ററുടെ ചേംബറിലായാലും, even if it is inside the prime minister's anywhere chamber, നമുക്ക് ദൈവം തന്ന ഒരു ശക്തിയുണ്ട്. അത് നാം എടുത്തുപയോഗിപ്പാനിടയായി there is the തീരണം. power of God that God has given us, and we can use it wherever we വേലയ്ക്ക് are. വിളിച്ചവൻ വേല തികയ്ക്കും വരെ നമ്മോട് കൂടെ കാണും. And the one who has called us for this journey, he will be there till we നമ്മുടെ complete this journey. ശക്തി പറഞ്ഞാൽ അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. And if we receive this power from the Lord, no man can destroy it. നിൽക്കാൻ കഴിയത്തില്ലെന്ന് നിനക്ക് തോന്നിയാലും നിന്റെ മേലൊരു ആത്മശക്തി പ്രകരിക്കും, വ്യാപരിക്കും, സംശയമില്ല. And even if you think that you will not be able to withstand it, you will receive the power of the Holy Spirit, and that is certain. അവൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ് നിറഞ്ഞു നിന്ന് പറഞ്ഞ വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. And now we know what he said after he was filled with the Holy പക്ഷേ ഒരു Spirit. കാര്യം മറന്നു പോകരുത്. But there is one thing that we should not forget. എന്താ അതിന്റെ മറുപടി? What is the response to it? അവനെ വിളിച്ച വിളിയൊക്കെ നിങ്ങൾ പിന്നെ വായിച്ചാൽ 10 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. And now we know what does Paul call this man. പക്ഷേ വേഴ്സ് 12 ഒന്ന് വായിക്കണം. But now we have to turn our attention to verses 12. ആമേൻ. അവന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന്റെ മറുപടി. ബെൻസ് താഴേക്ക് വരട്ടെ. ആമേൻ. അതിന്റെ മറുപടി ഇതാണ്. എന്താ എഴുതിയിരിക്കുന്നത്? അവന്റെ പ്രസംഗത്തിൽ ആ ഗവർണർ കർത്താവിനെ സ്വീകരിപ്പാനായിട്ടിടയായി. And now we see in verses 12 that the proconsul believed, and he was able to receive the Lord, and was astonished by the teaching of the Lord. അവന്റെ വിശ്വാസം വർദ്ധിപ്പാനിടയായി. And his faith increased by this preaching. അവൻ വിസ്മയിച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. And this proconsul was astonished, and he believed in the teaching of the Lord. ദൈവസ്ഥലായിരിക്കും ദൈവമക്കളെ. To the children of God who are present here today, പ്രൊഫഷൻ എന്താന്നുള്ളത് എനിക്ക് വിഷയമല്ല. I do not worry about what is your profession. നിങ്ങളുടെ സാഹചര്യം എന്തോ എനിക്ക് വിഷയമല്ല. I am not worried about what your situation is today. എഡ്യൂക്കേഷൻ എന്തോ വിഷയമല്ല. I am not worried about what is your education. ഫിസിക്കൽ സ്റ്റാൻഡ് എങ്ങനാണോ വിഷയമല്ല. I am not worried about what is your physical state today. പക്ഷെ ഒരു കാര്യം ഓർത്തോണം. But there is one thing that you have to remember. നമ്മളിൽ ഒരു ദൈവാത്മശക്തിയുണ്ട്. There is the power of the Holy Spirit that is in സകലത്തിനെ us, കീഴടക്കാൻ കഴിയുന്ന ശക്തി. and that can withhold everything from us. സകലത്തിന്റെ മേൽ അധികാരം പറയാൻ കഴിയുന്ന ശക്തി. And that is a power that can go against any of the powers. സകലത്തെയും ജയിക്കാൻ കഴിയുന്ന ശക്തി. And that power can win over all the other കുടുംബത്തെ powers. അലട്ടുന്ന പോരാട്ടമായിക്കൊള്ളട്ടെ. Maybe it is a power that is against your നിന്റെ family. തലമുറകളെ അലട്ടുന്ന പോരാട്ടമായിക്കൊള്ളട്ടെ. Maybe it is a power that is acting against your ഫാമിലി children. ലൈഫിനെതിരെയുള്ള പോരാട്ടമായിക്കൊള്ളട്ടെ. Maybe it is a power that is against your family നിന്റെ life. മിനിസ്ട്രിക്കെതിരായിട്ടുള്ള പോരാട്ടമായിക്കൊള്ളട്ടെ. Maybe it is a power that is against your നിന്റെ ministry. ഭാവിക്കെതിരെ
പോരാടുന്ന പോരാട്ടമായിക്കൊള്ളട്ടെ, Maybe it is a power that is against your future. ദൂരത്തുള്ള കുടുംബത്തിന്റെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, Maybe it is situations of your family who നിന്റെ is ahead of സാമ്പത്തിക you. വിഷയമായിക്കൊള്ളട്ടെ, Maybe it is your financial matters. ശാരീരിക വിഷയമായിക്കൊള്ളട്ടെ. Maybe it is your physical matters. പകലതിനത്തെയും ജയിപ്പാൻ കഴിയുന്ന ഒരു ആത്മശക്തി നമ്മളിലുണ്ട്. But there is a spirit and power of God that can win over all this. വചനം പറയുന്നു, And the word of the Lord says, പരിശുദ്ധാത്മ പൂർണ്ണനാകൂ. you have to be filled by the Holy നിനക്ക് Spirit. കോംപ്രമൈസ് ചെയ്യേണ്ട വരത്തില്ല. Then you do not have to compromise. നീ ഒന്നിന്റെ മുമ്പിലും പതറിപ്പോകേണ്ട ആവശ്യം And വരത്തില്ല. then you will not be afraid in anything that comes in front of ആത്മശക്തി you. വ്യാപരിക്കട്ടെ. Let the power of the Holy ഒരു Spirit be നിമിഷം filled. എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. Let us rise and pray. ദൈവ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുമോ? Let us humble ourselves to the work of the Lord. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിക്കായി. Let us humble ourselves to the miraculous work of God. മറ്റെന്തുമില്ലെങ്കിലും Even if we do not have any other thing, പരിശുദ്ധാത്മ പൂർണ്ണനായിരിക്കണം. we have to be filled by the Holy Spirit. കാഴ്ചപ്പാട് ദൈവം തരും. The Lord will give us that insight. ദൈവം നമ്മെ ശക്തീകരിക്കും. And the Lord himself will strengthen us. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കും. And the power of the Lord will be with us. യേശുവിന്റെ അധികാരമുള്ള In നാമത്തിൽ the name of the Lord Jesus. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. Let us all close our eyes. കർത്താവിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, Let us surrender ourselves and say to the ഈ Lord, സാഹചര്യത്തെ ഞാൻ ജയിക്കും. I will win over this ഇവിടെ situation. ഞാൻ ഓടിപ്പോകത്തില്ല. I will not run away. ഇവിടെ നിന്ന് ഞാൻ പേടിച്ചു പോകത്തില്ല. I will not flee. ഇവിടെ നിന്ന് ഞാൻ ആമേൻ ഭയപ്പെടുകയില്ല. I will not be afraid of the എന്നിൽ ഒരു situation. ദൈവാത്മശക്തിയുണ്ട്. Because the power of the Lord is with me. എന്നിൽ ദൈവകൃപയുണ്ട്. Because the grace of God is with me. എന്നിൽ പരിശുദ്ധാത്മ പൂർണ്ണതയുണ്ട്. Because there is the fullness of the Holy Spirit in me. അത് ഞാൻ മുന്നേറും. And because of that, I will move forward. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ If the Holy Spirit is speaking to you today, നെഞ്ചത്തോട് കൈവച്ചിട്ട് പറ, കർത്താവേ ഞാൻ ജയിക്കും. let us keep our hands on our chest and say that, Lord, I will win. ഈ മതിലിൽ ഞാൻ ചാടി കടക്കും. I will win over this wall. ഈ പ്രതികൂലത്തെ ഞാൻ കടക്കും. I will face this adversity ഈ in front of രോഗത്തെ me. ഞാൻ ജയിക്കും. I will win over this health ഈ challenge of mine. ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ ഞാൻ ജയിക്കും. I will win over the financial struggle that I am facing. എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. And my children will be blessed. എന്റെ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടും. And my ministry will be blessed. എന്നെ ദൈവം ഉപയോഗിക്കും. And my Lord will use me. റീകമനജ ശാന്തനിയ.